ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും അരി ഉഴുന്ന് ആട്ടി ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും. വെള്ളയപ്പം ഉണ്ടാക്കും അരി ആട്ടിയിട്ട്, അല്ലേ? അരി ഇതാക്കിയിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കും. പല സാധനം അതൊക്കെ നേരത്തെ വെള്ളത്തിലിടണം, അല്ലേ? നേരത്തെ വെള്ളത്തിൽ അരി ഉഴുന്നൊക്കെ ആണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വേണം ആട്ടി വെച്ച് പിറ്റേ ദിവസം ഉണ്ടാക്കണം. അതുപോലെ തന്നെ വെള്ളയപ്പാണെങ്കിൽ തലേ ദിവസം ആട്ടി വെക്കണം. ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലേ? വെള്ളത്തിലിടാനൊക്കെ മറന്നു പോകും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വരുമ്പോൾ അയ്യോ ദോശ വേണമെന്ന് വിചാരിക്കും. പക്ഷേ ദോശ എങ്ങനെ ഉണ്ടാക്കും? ദോശ ഉണ്ടാക്കാനുള്ള സാധനമൊന്നും നമ്മുടെ അടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനാണ് നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയ ദോശ. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് കണ്ടാൽ പറയൂ. കണ്ടാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ ദോശ പോലെ ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും നമ്മൾ റവയില്ലേ, റവ എടുക്കുക. ഒരു കപ്പ് റവ എടുക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടാം. ഒരു കപ്പ് റവ, ഒരു കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റ്, ഫ്രഷ് ഈസ്റ്റ് ആയിരിക്കണം. ഈസ്റ്റ് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളപ്പോൾ തലേദിവസം ഒന്നും വെച്ചില്ലേ. ഇപ്പം നമ്മൾ ഒരു കപ്പ് റവ എടുത്തു. നിറയെ എടുക്കണേ റവ. ഒരു കപ്പ് റവ. ആ റവ എടുത്തിട്ട് അത്രയും തന്നെ ഗോതമ്പ് പൊടി ഇടുക. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര, നല്ല വലിയ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ പഞ്ചസാര ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റ് ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. എന്നുവെച്ചാൽ അധികം ഇതാക്കണ്ട, എന്നാലും കുറച്ച് നേരം പൊടിക്കുക. റവയുടെ ആ ഒരുപാട് തരി വേണ്ട. അപ്പം നല്ലോണം പൊടിച്ചിട്ട് അത് പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 2 സ്പൂണ് തൈര് ഒഴിക്കണം. നല്ല കട്ട തൈര് 2 സ്പൂൺ ഒഴിക്കും. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ലൂക്ക് വാം വാട്ടർ, ചൂടാണോ ചോദിച്ചാൽ ചൂടല്ല, തണുപ്പാണോ എന്ന് വെച്ചാൽ തണുപ്പല്ല, ആ രീതിയിലുള്ള വെള്ളം. ഓക്കെ, ജസ്റ്റ് തണുപ്പ് മാറാൻ വേണ്ടി ഇത്തിരി ഒരു ചൂടുള്ള ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ബാറ്റർ ഉണ്ടാക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത് ബാറ്റർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആ ബാറ്റർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 മണിക്കൂർ, ജസ്റ്റ് 1 hour. ഇപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ 1 മണിക്കൂർ അത് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ അടച്ചു വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങിയുണ്ടാവും 1 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് വെച്ച് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ തണുത്തു കേട്ടോ. ഞങ്ങൾ നേരത്തെ കഴിച്ചു. ഇപ്പോൾ ഇതാണ് ദോശ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ദോശയാണ്. നല്ല സുഖമാണ് തിന്നാൻ, നല്ല ടേസ്റ്റുമാണ്. എന്താ വെച്ചാൽ ചെറിയൊരു വെള്ളയപ്പത്തിൻ്റെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. എന്ന് വെച്ചാൽ പഞ്ചസാര ഇടുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റവ, ഗോതമ്പ്, പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, തൈര്, 2 സ്പൂൺ തൈര്, ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലോണം ബാറ്റർ ഉണ്ടാക്കി 1 മണിക്കൂർ വെക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഉണ്ടാക്കുക ദോശ. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം. ലൈക്ക് ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കുക. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് എ ലോട്ട്.